ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം സജീവം. 6ാം ഘട്ട നാമനിർദ്ദേശ പത്രികകൾ നാളെ വരെ പിൻവലിക്കാം. സംസ്ഥാനത്ത് ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം 3 മണിക്ക്. ഹയർ സെക്കൻഡറി ഫലം നാളെ. SSLC വിജയശതമാനം കൂടിയതുകൊണ്ട് അക്കാദമിക് നിലവാരം കുറയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഫലപ്രഖ്യാപനത്തിൽ ആശങ്ക വേണ്ടെന്നും മന്ത്രി. പാലക്കാട് മലമ്പുഴ മേഖലയിൽ ട്രെയിനുകളുടെ വേഗത കുറയ്ക്കാനൊരുങ്ങി റെയിൽവേ. നടപടി കാട്ടാനകൾ ട്രെയിനിടിച്ചു ചരിയുന്ന സാഹചര്യത്തിൽ. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചു. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 93 മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ 64.58% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് ഏറെക്കുറെ സമാധാനപരമായിരുന്നു. ഏറ്റവും ഉയർന്ന പോളിംഗ് അസമിലും കുറവ് ബീഹാറിലുമാണ്. ഇതോടെ 283 പാർലമെന്റ് മണ്ഡലങ്ങളിലെ പോളിംഗ് പൂർത്തിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4, 5, 6 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും സ്ഥാനാർത്ഥികളും തിരക്കിട്ട പ്രചാരണ പരിപാടികളുമായി രംഗത്തുണ്ട്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് തെലങ്കാനയിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. ഈ മാസം 25-ന് നടക്കുന്ന 6ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പത്രികകൾ പിൻവലിക്കാൻ നാളെ വരെ അവസരമുണ്ട്. SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3-ന് തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും. THSLC, AHSLC പരീക്ഷാഫലങ്ങളുടെ പ്രഖ്യാപനവും ഇതോടൊപ്പം ഉണ്ടാകും. ഒരു റിപ്പോർട്ട്. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം result.kerala.gov.in ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. PRD ലൈവ് മൊബൈൽ ആപ്പിലൂടെയും വേഗത്തിൽ ഫലമറിയാം. SSLC, ഹയർ സെക്കൻഡറി, VHSC ഫലങ്ങളറിയാൻ result.kite.kerala.gov.in എന്ന പ്രത്യേക പോർട്ടലിന് പുറമെ സഫലം എന്ന മൊബൈൽ ആപ്പും കൈറ്റ് സജ്ജമാക്കിയിട്ടുണ്ട്. 4,27,105 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC ഫലം കാത്തിരിക്കുന്നത്. ഹയർ സെക്കൻഡറി VHSC പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രഖ്യാപിക്കും. 4,41,213 വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. SSLC ഫലപ്രഖ്യാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിജയശതമാനം കൂടിയതുകൊണ്ടും A+ന്റെ എണ്ണം കൂടിയതുകൊണ്ടും അക്കാദമിക് നിലവാരം കുറയില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. SSLC ഫലം വരാനിരിക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. വളരെ സൂക്ഷ്മതയോടും ജാഗ്രതയോടും കൂടിയുള്ള മൂല്യനിർണ്ണയമാണ് നടത്തുന്നത്. പരക്കെ ആക്ഷേപിക്കുന്നതിനു പകരം കുട്ടികൾക്ക് പ്രോത്സാഹനവും ആത്മവിശ്വാസവും നൽകണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത്തവണ 1ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ വളരെ നേരത്തെ തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. എയർ ഇന്ത്യ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് കൊച്ചി, കണ്ണൂർ, കരിപ്പൂർ, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്നുള്ള 12ഓളം വിമാന സർവീസുകൾ എയർ ഇന്ത്യ റദ്ദാക്കി. മുന്നറിയിപ്പില്ലാതെയുള്ള റദ്ദാക്കലിൽ യാത്രക്കാരുടെ പ്രതിഷേധം ശക്തമാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാരാണ് വിവിധ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയത്. പത്തനംതിട്ട മൈലപ്ര സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നടപടിയെടുത്ത സഹകരണ വകുപ്പ്. ബാങ്ക് മുൻ പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മൻ, സെക്രട്ടറി ജോഷുവ മാത്യു, ഇവരുടെ ബന്ധുക്കൾ എന്നിവരുടെ 18 കോടിയുടെ സ്വത്തുവകകൾ സഹകരണ വകുപ്പ് ജപ്തി ചെയ്തു. വൻ ക്രമക്കേട് നടന്ന ബാങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉൾപ്പെടെ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ശില്പശാലയിൽ കേരള പോലീസ് ഡിവൈഎസ്പിമാരായ ദിനിൽ JK, DK പൃഥ്വിരാജ് എന്നിവർ മാധ്യമപ്രവർത്തകർക്കായി ക്ലാസ് എടുത്തു. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉയർന്ന ചൂട് തുടരും. പാലക്കാട് ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കനത്ത പകൽച്ചൂട് വിനോദസഞ്ചാര മേഖലയെയും സാരമായി ബാധിച്ചു. വേനൽ ശക്തമായി തുടരുന്നതിനാൽ പകൽ സമയങ്ങളെ ഒഴിവാക്കി രാത്രിയിലാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സന്ദർശകരിൽ ഭൂരിഭാഗവും എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ.
മധ്യവേനൽ അവധിക്കാലമായതിനാൽ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണിത്. എന്നാൽ ശക്തമായ വേനൽച്ചൂട് അനുഭവപ്പെടുന്നതിനാൽ പകൽ സമയം കൂടുതൽ ആളുകളും സന്ദർശനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. റിസോർട്ടുകളിലും ഹോട്ടലുകളിലും തങ്ങുന്നവർ സന്ധ്യയാകുന്നതോടെയാണ് സന്ദർശനത്തിനായി ഇറങ്ങുന്നത്. പകലിനെ അപേക്ഷിച്ച് മൂന്നാറും വാഗമണ്ണും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രാത്രികാലത്ത് കുടുംബസമേതം എത്തുന്ന സന്ദർശകരുടെ എണ്ണം കൂടിയതായാണ് DTPC അധികൃതർ പറയുന്നത്. പകൽ സമയം കൂടുതൽ സന്ദർശകർ എത്താത്തത് ടൂറിസം കേന്ദ്രങ്ങളിലെ കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കി. ഇക്കഴിഞ്ഞ മാസം DTPCയുടെ നിയന്ത്രണത്തിലുള്ള മാട്ടുപ്പെട്ടി, രാമക്കൽമേട്, അരുവിക്കുഴി, SN പുരം, വാഗമൺ, മൊട്ടക്കുന്ന്, അഡ്വഞ്ചർ പാർക്ക്, പാഞ്ചാലിമേട്, ഇടുക്കി ഹിൽവ്യൂ പാർക്ക്, മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവിടങ്ങളിലായി സന്ദർശനം നടത്തിയവരുടെ എണ്ണം 3,14,341 ഇന്ന് ലോക റെഡ് ക്രോസ് ദിനം. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ സ്ഥാപകനും 1901 സമാധാനത്തിന് ആദ്യത്തെ നോബൽ സമ്മാനം നേടിയ വ്യക്തിയുമായ ഹെൻറി ഡുനാന്റെ ജന്മദിനമായ മെയ് 8 ലോക റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. KPCC അധ്യക്ഷനായി K. സുധാകരൻ വീണ്ടും ചുമതലയേറ്റു. രാവിലെ മുതിർന്ന നേതാവ് AK ആന്റണിയെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇന്ദിരാഭവനിലെത്തി ചുമതലയേറ്റത്. ലോക കേരള സഭയുടെ 4ാം സമ്മേളനം ജൂൺ 13 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് നടക്കും. ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ സംഗമവേദിയായ ലോക കേരള സഭയിൽ 100ഓളം രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ 351 അംഗങ്ങൾ പങ്കെടുക്കും. ഒരു മാസത്തിനിടയിൽ 2 കാട്ടാനകൾ ട്രെയിൻ ഇടിച്ചു ചരിഞ്ഞ പാലക്കാട് മലമ്പുഴ മേഖലയിൽ ട്രെയിനുകളുടെ വേഗത കുറയ്ക്കാൻ തീരുമാനിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പാലക്കാടിനും വാളയാറിനുമിടയിൽ ആനകൾ അപകടത്തിൽപ്പെടുന്ന സ്ഥലത്തെ ട്രാക്കിൽ വേഗം മണിക്കൂറിൽ 35 കിലോമീറ്ററാക്കിയാണ് കുറച്ചത്. നിലവിൽ പ്രദേശത്ത് 45 കിലോമീറ്ററാണ് ട്രെയിനുകളുടെ വേഗപരിധി. സ്ഥലത്ത് നേരത്തെ നിശ്ചയിച്ച വേഗ നിയന്ത്രണം ബാധകമല്ലെങ്കിലും അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. ട്രെയിനുകളുടെ വേഗതയാണ് ആനകൾ അപകടത്തിൽപ്പെടുന്നതിന് കാരണമെന്ന് വനം വകുപ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രദേശത്ത് AI ക്യാമറകൾ സ്ഥാപിച്ച് ആനകളുടെ സഞ്ചാര വിവരം മനസ്സിലാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വനം വകുപ്പും അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ മരിച്ചു. മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ AV മുകേഷാണ് മരിച്ചത്. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിയാണ്. AV മുകേഷിന്റെ അകാല വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി സജി ചെറിയാൻ എന്നിവർ അനുശോചിച്ചു. വെസ്റ്റ്നൈൽ പനി ബാധിച്ച് തൃശൂരിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. 79 വയസ്സുള്ള വാടനപ്പള്ളി നടുവേലിക്കര സ്വദേശിയാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ചത്. പനിയെ തുടർന്ന് 2 ആഴ്ച മുൻപാണ് രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന തീർത്ഥാടനത്തിന് പോകാൻ 251 പേർക്ക് കൂടി അവസരം. ഇതോടെ കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകാൻ അവസരം ലഭിച്ചവരുടെ എണ്ണം 18,019 വിവിധ സംസ്ഥാനങ്ങളിൽ ഒഴിവ് വന്ന സീറ്റുകളാണ് കേരളത്തിന് അനുവദിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സൗദി സ്മാഷ് ടേബിൾ ടെന്നീസ് വനിതാ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് ഇന്ത്യയുടെ മനിക ബത്ര ജർമ്മനിയുടെ നീന മിറ്റലാമിനെ നേരിടും. ജിദ്ദയിലാണ് മത്സരം. കാസർഗോഡ് ജില്ലയിലെ പെരിയ ഗോകുലം ഗോശാലയിൽ ദേശീയ നൃത്തോത്സവത്തിന് ഇന്ന് തുടക്കമാകും. പരമ്പര വിദ്യാപീഠത്തിന് കീഴിൽ ഭാരതീയ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നൃത്തോത്സവം സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി ജഗന്നിവാസൻ. കാസർഗോഡ് ജില്ലയിലെ ആദ്യ ദേശീയ നൃത്തോത്സവത്തിന് പെരിയ ആലക്കോട് ഗോകുലം ഗോശാലയിൽ ഇന്ന് തുടക്കമാവും. പരമ്പര വിദ്യാപീഠത്തിന് കീഴിൽ ഭാരതീയ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വൈശാഖ നടനം എന്ന പേരിലാണ് നൃത്തോത്സവം നടക്കുന്നത്. 9 ദിവസത്തെ നൃത്തോത്സവത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത് പ്രശസ്ത നർത്തകി ഡോക്ടർ പത്മ സുബ്രഹ്മണ്യമാണ്. കേരളം, കർണാടക, ആന്ധ്ര, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നായി 350ഓളം നർത്തകർ പങ്കെടുക്കും. വിവരാവകാശ നിയമപ്രകാരം ഇനി കുടുംബശ്രീ യൂണിറ്റുകളിലും അപേക്ഷ നൽകാം. അപേക്ഷകളുടെ പ്രാധാന്യമനുസരിച്ച് 48 മണിക്കൂറിനകമോ 29 ദിവസത്തിനകമോ മറുപടി ലഭിക്കും. സാധാരണ ഫയലുകളിൽ 5 ദിവസത്തിനകം നടപടി ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം സജീവം. 6ാം ഘട്ട നാമനിർദ്ദേശ പത്രികകൾ നാളെ വരെ പിൻവലിക്കാം. സംസ്ഥാനത്ത് ഈ വർഷത്തെ SSLC പരീക്ഷാ ഫല പ്രഖ്യാപനം 3 മണിക്ക്. ഹയർ സെക്കൻഡറി ഫലം നാളെ. SSLC വിജയശതമാനം കൂടിയതുകൊണ്ട് അക്കാദമിക് നിലവാരം കുറയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഫലപ്രഖ്യാപനത്തിൽ ആശങ്ക വേണ്ടെന്നും മന്ത്രി. പാലക്കാട് മലമ്പുഴ മേഖലയിൽ ട്രെയിനുകളുടെ വേഗത കുറയ്ക്കാനൊരുങ്ങി റെയിൽവേ. നടപടി കാട്ടാനകൾ ട്രെയിനിടിച്ചു ചരിയുന്ന സാഹചര്യത്തിൽ. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.